ഹായ് ഓൾ, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ RRB ഗ്രൂപ്പ് ഡി എക്സാം ഡേറ്റ് ഒക്കെ അനൗൺസ് ചെയ്തല്ലേ, ഓഗസ്റ്റ് 3 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത് നമുക്കറിയാം 10th ലെവൽ ഒരു എക്സാം ആണ്. സോ നമ്മളെല്ലാവരും തന്നെ അതിനെ ഒരു ലെവൽ കുറച്ചായിരിക്കും കാണുക അല്ലേ. അതായത് നമുക്ക് എല്ലാവർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റും, എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്നാണ് നമ്മൾ വിചാരിച്ച് വെച്ചിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ ആണ് ഏറെക്കുറെ. ബട്ട് അതിനകത്ത് ഒരുപാട് ആപ്ലിക്കൻസിന്റെ എണ്ണം കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ കട്ട് ഓഫ് ഹൈ ലെവലായിരിക്കും. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ചെന്നൈയിലൊക്കെ 76 റേഞ്ച് എങ്ങാണ്ടല്ലോ കട്ട് ഓഫ് വന്നിരുന്നത്. സോ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യണം. പ്ലസ് നമ്മൾ ഹാർഡ് വർക്കിനോടൊപ്പം തന്നെ സ്മാർട്ട് വർക്ക് വേണം. അതായത് എല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വലിച്ചു വാരി പഠിക്കാൻ പാടില്ല. ഇപ്പൊ കഴിഞ്ഞൊരു എക്സാമിന്റെ പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ വെയിറ്റേജ് ഉള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ടോപ്പിക്കുകൾ മസ്റ്റായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കണം. സോ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ കഴിഞ്ഞ ആ ഒരു പാറ്റേൺ വെച്ചിട്ട് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കേണ്ട ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവർക്കും വീഡിയോയിൽ ഒരിക്കൽ കൂടി സ്വാഗതം. സോ ഇന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണല്ലേ, മാത്സും റീസണിങ്ങും ആണ് ഇതിനകത്ത്. നല്ല GK ഉണ്ട്. മാത്സും റീസണിങ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ ഈ SSC ലെവൽ പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല രീതിയിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് കോണ്ടും റീസണിങ്ങും ആണ്. സോ അതിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ളവർ എന്ത് ചെയ്യുക, അത് വെയിറ്റേജ് വെച്ചിട്ട് നല്ല രീതിയിൽ ആ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. പിന്നെ ടൈമിനൊന്നും നമുക്ക് വലിയ വിഷയമൊന്നും വരത്തില്ല. കാരണം ടൈം നമുക്ക് ഉണ്ട്. സോ കോണ്ടിൽ ഞാൻ ഈ പറയുന്ന ടോപ്പിക്കുകളിൽ മസ്റ്റായിട്ട് നോക്കിയിട്ട് പോവാം. ഒന്നാമതെന്ന് പറയുന്നത് നമ്പർ സിസ്റ്റം ആണ്. അതിൽ തന്നെ വരുന്നതാണ് നമ്മുടെ LCM HCF എല്ലാം. ഓക്കെ, നമ്പർ സിസ്റ്റം LCM HCF ഉൾപ്പെടെ നമ്പർ സിസ്റ്റത്തിലെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ യൂണിറ്റ് ഡിജിറ്റ്സ്, പിന്നെ ഫ്രാക്ഷൻസ്, സിംപ്ലിഫിക്കേഷൻ, ഇതെല്ലാം ഏതിൽ വരും, നമ്മുടെ നമ്പർ സിസ്റ്റത്തിനകത്ത് വരുന്നത്. അപ്പൊ യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കുക, റിമൈൻഡേഴ്സ് കണ്ടുപിടിക്കുക, ലാസ്റ്റ് ഡിജിറ്റ്, സീറോസ്, ഇതെല്ലാം ഏതിനകത്ത് വരുന്നതാണ്, ഇതിനകത്ത് വരുന്നതാണ്, നമ്പർ സിസ്റ്റത്തിനകത്ത് വരുന്നതാണ്. സോ ആ ഒരു ടോപ്പിക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, നോക്കിയിട്ട് പോവുക. ദെൻ രണ്ടാമതെന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞല്ലേ, ബോർഡ് മാസും സിംപ്ലിഫിക്കേഷൻ നമ്മളോട് ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. അടുത്തെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്കുകളാണ് റേഷ്യോ ആൻഡ് പ്രപ്പോർഷനും പെർസെൻറ്റേജും. അത് രണ്ടും മസ്റ്റായിട്ട് നോക്കിയിട്ട് പോകണം. അപ്പോൾ റേഷ്യോയിൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏജ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് എല്ലാം ഏതിലും വരാറുണ്ട്, റേഷ്യോയിൽ വരാറുണ്ട്. സോ റേഷ്യോ വെച്ചിട്ടാണ് നമ്മൾ ഏജിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യുന്നത്. സോ റേഷ്യോ നന്നായിട്ട് പഠിക്കുവാണെങ്കിൽ ഏത് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും, ഏജിലെ ക്വസ്റ്റ്യൻസ് വന്നാലും സ്കോർ ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, ദെൻ അടുത്തെന്ന് പറയുന്നത് പെർസെൻറ്റേജ് പഠിച്ചു വെക്കുവാണെങ്കിൽ നമുക്ക് സ്കോർ ചെയ്യാവുന്ന മറ്റൊരു റീജിയൻ ഏതാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നല്ല രീതിയിൽ നോക്കിയിട്ട് പോവുക. ഡിസ്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇതെല്ലാം കണക്റ്റഡ് ആണ്. അത് എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക. ദെൻ അടുത്തതെന്ന് പറയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും ആണ്. അതും നമ്മൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് പറഞ്ഞതുപോലെ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ നമുക്ക് ഷുവർ ഷോർട്ടായിട്ട് പറയാൻ പറ്റുന്ന ഏരിയ ആണ് പ്രോഫിറ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും റേഷ്യോ. ഷുവർ ഷോർട്ട് ആണ്, ഉറപ്പായിട്ടും അതിൽ നിന്ന് ചോദ്യം വരാതിരിക്കില്ല. ദെൻ അടുത്തെന്ന് പറയുന്നത് ഇപ്പം സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് തന്നിട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ, ദെൻ അല്ലെങ്കിൽ കോമ്പൗണ്ട് തന്നിട്ട് സിമ്പിൾ കണ്ടുപിടിക്കാൻ, രണ്ടിൻ്റെയും ഡിഫറൻസ് തന്നിട്ട് പ്രിൻസിപ്പിൾസ് കണ്ടുപിടിക്കാൻ, ഓക്കെ കറക്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എളുപ്പ രീതിയിലുള്ള മെത്തേഡ്സ് ഉണ്ട്. അത് എന്ത് ചെയ്യാൻ നോക്കിയിട്ട് പോവുക. അടുത്തെന്ന് പറയുന്നത് ടൈം ആൻഡ് വർക്കാണ്. ടൈം ആൻഡ് വർക്കും ഷുവർ ഷോർട്ട് തന്നെയാണ്. LCM ഒക്കെ വെച്ചിട്ട് വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ടൈം ആൻഡ് വർക്ക്. ദെൻ സ്പീഡ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ് ആണ്. അതിൽ കൺവേർഷനും കാര്യങ്ങളൊക്കെ വരും. അതും കൂടി ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകണം. ദെൻ ലാസ്റ്റ് വൺ മെൻസുറേഷൻ ആണ്. അത്ര ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞൊരു പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ 2 അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻസ് ഈ പറഞ്ഞ എല്ലാ ടോപ്പിക്സിൽ നിന്നും ഉണ്ട്.
ഓക്കെ, 2 അല്ലെങ്കിൽ 3 ടോപ്പിക്കുകൾ ഈ പറഞ്ഞ എല്ലാ ഇതിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, വൃത്തിയായിട്ട് ഈ ഒരു 8 ടോപ്പിക്കുകൾ പഠിച്ചതിന് ശേഷം ബാക്കിയുള്ള ടോപ്പിക്സിലേക്ക് പോവുക. എന്ന് പറഞ്ഞാൽ ആ ടോപ്പിക്കുകൾ പഠിക്കേണ്ട എന്നല്ല, നമുക്ക് ഷുവറായിട്ട് നമ്മളിത് പഠിക്കണം. ഇപ്പോൾ ഒരാളിപ്പോൾ റേഷ്യോ അറിയില്ല, റേഷ്യോ പഠിക്കുന്നില്ല, പക്ഷെ അത് പഠിക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ ഒരു മാസം ഇല്ല അല്ലേ, ഇത് ജൂലൈ പകുതിയോളമായി അല്ലേ, അപ്പം നമുക്കിനി ഒരു മാസം ഇല്ല, വെറും 15 ദിവസം അപ്രോക്സിമേറ്റേ ഉള്ളൂ നമുക്ക്. സോ ഇനിയുള്ള ഡേയ്സിൽ ഈ ഒരു ടോപ്പിക്കുകൾ ഷോർട്ടായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ടോപ്പിക്കുകളും PYQസും ഡിസ്കസ് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് PYQs കേട്ടോ. PYQs എടുത്ത് നോക്കുക. നമ്മൾക്കിപ്പം ലൈവൊക്കെ പോകുന്നുണ്ട്, PYQs വെച്ചിട്ട് ലൈവൊക്കെ പോകുന്നുണ്ട്, എല്ലാം നല്ല രീതിയിൽ നോക്കാം. ദെൻ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ QAയിൽ നോക്കണം. ദെൻ അടുത്തെന്ന് പറയുന്നത് റീസണിങ് ആണ്. സിമ്പിളാണ്. റെയിൽവേയുടെ റീസണിങ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ടോപ്പിക്കുകൾ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും പഠിക്കേണ്ട, കൂടുതൽ ക്വസ്റ്റ്യൻസും വരുന്നത് ഇതിൽ നിന്നാണ്. സീരീസ്, നമ്പർ ആകാം, ആൽഫബറ്റ് ആകാം, ഓക്കെ, അതിൽ നിന്നാണ് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് മിസ്സിംഗ് ആയിട്ട് തരാറുണ്ട്. നെക്സ്റ്റ് ടേം കണ്ടുപിടിക്കാൻ, ഓക്കെ, ദെൻ അല്ലെങ്കിൽ ഓഡ് വൺ ഔട്ടായിട്ട് ചോദിക്കാറുണ്ട്. സോ സീരീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോക്കണം. ഓക്കെ ആണല്ലോ. ദെൻ ഷോർട്ടായിട്ട് ചോദിക്കുന്നതാണ് കോഡിങ്, ഡീകോഡിങ്. ഓക്കെ, ദെൻ അടുത്തത് ഡയറക്ഷൻ അറിയാമല്ലോ, വളരെ ഈസിയാണ്, തെറ്റിക്കുകയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തത് ബ്ലഡ് റിലേഷൻ. ഈ 4 എണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോഡിങ്, സീരീസ്, ബ്ലഡ് റിലേഷൻ ആൻഡ് ഡയറക്ഷൻ. അടുത്ത വന്നിട്ട് അനലോജി ആണ്. നമ്പർ ആകാം, ഫിഗർ ആകാം, വേർഡ്സിലാകാം, പല അനലോജി അറിയാമല്ലോ. ഓക്കെ, ഇപ്പൊ പെന്ന് റൈറ്റിങ് അങ്ങനെ ഇത് ഇട്ട് തരുന്നതാണ് എന്തെന്ന് പറയുന്നത് അനലോജിയിൽ വരുന്നത്. ദെൻ സിലോജിസം, വെൻ വെച്ചിട്ടാണ് നമ്മൾ സിലോജിസം ചെയ്യുന്നത്. വെൻ ഡയഗ്രത്തിലെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അല്ലേ, ഒരുപാട് ഫിഗേഴ്സ് തന്നിട്ട് ഇത്ര ആൾക്കാർ ഡോക്ടേഴ്സ് ആണ്, ഇത്ര ആൾക്കാർ ടീച്ചേഴ്സ് ആണ്, അങ്ങനെ ഡോക്ടേഴ്സും ടീച്ചേഴ്സും അങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്. സോ അത് നല്ല രീതിയിൽ നോക്കണം. ആൻഡ് അടുത്തതെന്ന് പറയാൻ നോൺ വെർബൽ റീസണിങ് ആണ്. നോൺ വെർബൽ റീസണിങ് എന്ന് പറഞ്ഞാൽ നമ്മളിലെ കട്ടിങ് അല്ലേ, മിറർ ഇമേജ്, വാട്ടർ ഇമേജ്, ഫോൾഡിങ്, കട്ടിങ്, ഇതെല്ലാം വരുന്നതാണ് എന്ത്, നമ്മുടെ നോൺ വെർബൽ റീസണിങ്. അതിനകത്ത് ഷുവർ ആണ്, ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ് ഈ കട്ടിങ് വരുന്നത്, ഫോൾഡിങ് വരുന്നത്. അപ്പം അതൊന്നും നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് അത് നമുക്ക് ആ ഇമേജ് ഫ്രം ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എലിമിനേറ്റ് ചെയ്ത് അതിന് ഉത്തരം കണ്ടുപിടിക്കാനാവുന്നതാണ്. ദെൻ ലാസ്റ്റ് വൺ ലോജിക്കൽ റീസണിങ് ആണ്. ലോജിക്കൽ റീസണിങ് എന്താ, നമ്മുടെ സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ പോലെ തരത്തില്ലേ, അതാണ് ലോജിക്കൽ റീസണിങ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, റീസണിങ്ങിനകത്ത് നോക്കിയിട്ട് പോവുക. ദെൻ അപ്പോൾ മാത്സ് കഴിഞ്ഞു, ദെൻ റീസണിങ് കഴിഞ്ഞു. ഇനി നമുക്ക് വരുന്നത് എന്താ, GK ആണ്. GK തന്നെ നമുക്ക് വാസ്റ്റ് ഏരിയ ആണ്. അതാ ഞാൻ പറഞ്ഞത്, SSC പോലത്തുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന, അല്ലെങ്കിൽ റെയിൽവേ പോലത്തെ ഗ്രാജുവേറ്റ് ലെവൽ എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് മാത്സും റീസണിങ്ങും നല്ലതായിട്ട് അറിയാമെങ്കിൽ ആ 2 ഏരിയയിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം എന്ത് ചെയ്യാം, സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കൊരു പ്രശ്നം വരുന്നത് ഏതാ, GK ആണ്. GK നമ്മൾ പഠിക്കുന്നത് വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പം GKക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. അതിൽ എല്ലാം കൂടി ചാടിക്കേറി എല്ലാം കൂടി പഠിച്ചു വെക്കുന്നത് നമുക്ക് പോസിബിൾ അല്ല. സിലബസ് ഒക്കെ പഠിച്ചു ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞവരാണെങ്കിൽ ഓക്കെ, സെറ്റാണ്, നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് കിട്ടും. ഇനി അതല്ല, എല്ലാം ഒന്നും കവർ ചെയ്തിട്ടില്ല, ബട്ട് എന്ത് പഠിക്കണമെന്ന് അറിയില്ല, അങ്ങനെയുള്ളവർ ഇത് ഈ ഒരു ടോപ്പിക്കെങ്കിലും എന്ത് ചെയ്യുക, നോക്കിയിട്ട് പോവുക. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സയൻസ് ഉണ്ട് അല്ലേ, നമുക്ക് സയൻസ് ഉണ്ട്. സയൻസിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആണ്. അതിൽ നമുക്ക് ഒരുപാട് വാസ്റ്റ് ഏരിയ ആണ്. വളരെ ഷോർട്ടായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. ഒന്ന് ഫിസിക്സിനാണ് നമ്മൾ നോക്കേണ്ടത് ലോസ് ഓഫ് മോഷൻ ആൻഡ് മോഷൻ. അതെന്തെങ്കിലും കൃത്യമായിട്ട് നോക്കണം. ന്യൂട്ടൺസ് ലോ ഓഫ് മോഷനൊക്കെ ആ ലോയും കാര്യങ്ങളും വിത്ത് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതും കൂടി നോക്കി വെക്കണം. ദെൻ രണ്ടാമത് ഫോഴ്സ്, വർക്ക്, പവർ, എനർജി. ഈ ഒരു ഏരിയയിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് എന്തും വരാറുണ്ട് ക്വസ്റ്റ്യൻസ്, അതായത് നമുക്ക് കണക്ക് പ്രോബ്ലം വരെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഫോഴ്സ്, വർക്ക്, പവർ എന്ന് പറയുന്ന ആ ഒരു പോർഷനിൽ നിന്ന് വരുന്നുണ്ട്. സോ അതിൻ്റെ ഇക്വേഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് കണക്കുണ്ട്, മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ, അത് നോക്കണം. ദെൻ അടുത്തത് റിഫ്ലക്ഷൻ ആണ്. റിഫ്ലക്ഷനും ആണ്. അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ പഠിച്ചു വെക്കണേ. കുറേ എക്സാമ്പിളും കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, സ്കാറ്ററിങ്, റിഫ്ലക്ഷൻ, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, മിറാഷ്, ഇതൊക്കെ നമുക്ക്
അതിൻ്റെയൊക്കെ, അതായത് ഇപ്പോൾ റിഫ്ലക്ഷൻ, ഒരു സ്കാറ്ററിങ്, ഇപ്പം എന്താണ് സ്കൈ ബ്ലൂ കളർ, എന്തുകൊണ്ട് അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻ ലെവലും കൂടി നോക്കി വെക്കണം. അതായിരിക്കും കൂടുതൽ ചോദിക്കുന്നത്. അല്ല നമ്മളോട് എന്താണ് റിഫ്ലക്ഷൻ എന്നൊന്നും ചോദിക്കാറില്ല. ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് നോക്കി വെക്കാം. ദെൻ ലാസ്റ്റ് വൺ ഇലക്ട്രിസിറ്റി. വളരെ ഇത് വെച്ചിട്ട് നോക്കുവാണെങ്കിൽ അത്ര എന്താ പറയുക ഇമ്പോർട്ടൻ്റ് അല്ല, ബട്ട് നോക്കി വെക്കാം. ഓക്കെ, ഇപ്പോൾ കുറേ ഉണ്ട് ഫിസിക്സ്. അതുപോലെ തന്നെ നമ്മുടെ യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ, യൂണിറ്റും കാര്യങ്ങളും അതും എല്ലാം നല്ല രീതിയിൽ. ഒരു കാര്യം കൂടി ഉണ്ട്, യൂണിറ്റ്സും കാര്യങ്ങളും കേട്ടോ. യൂണിറ്റ്സും കാര്യങ്ങളൊക്കെ ഡയമെൻഷനൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഓക്കെ ആണല്ലോ. ദെൻ അടുത്തത് കെമിസ്ട്രിയിലാണ്. കെമിസ്ട്രിയിൽ നമുക്കറിയാം ഇക്വേഷനും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നോക്കണം. ബട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് എല്ലാം കൂടി ഒന്നും നോക്കാൻ പറ്റില്ല. ഈ പറയുന്ന ടോപ്പിക്കുകൾ നോക്കുക. ആസിഡ്, ബേസ്, സോൾട്ട്. ഓക്കെ, നമ്മുടെ ലിറ്റ്മസ് പേപ്പറും pH വാല്യൂസും. pH വാല്യൂസ് ഒക്കെ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ട്. ചില ഷിഫ്റ്റുകളിൽ pH വാല്യൂസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. സോ അത് നോക്കുക. ദെൻ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. പിന്നെ എന്താണ് കെമിക്കൽ റിയാക്ഷൻസും ഇക്വേഷൻസും. ഈ മെറ്റൽസ് നോൺ മെറ്റൽസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിലെ കാർബൺ കോമ്പൗണ്ട്. ഓക്കെ, കാർബൺസിന്റെ ഗ്രാഫൈറ്റ് അങ്ങനത്തെ കോമ്പൗണ്ടും എക്സാമ്പിൾസും ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, കെമിസ്ട്രിയിൽ നോക്കിയിട്ട് പോവുക. ദെൻ അടുത്ത ബയോളജിയാണ്. കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ബയോളജിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. ബയോളജിയിൽ വരുന്നത് എന്താണ്, ഹ്യൂമൻ ബോഡി കാര്യങ്ങളെല്ലാം നമ്മുടെ, അതായത് ഇവിടം തൊട്ട് അങ്ങ് താഴെ വരെയുള്ള കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് പഠിച്ചു വെക്കണം. കാരണം ഒരുപാട് എൻസൈംസും കാര്യങ്ങളും എല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഡൈജഷൻ റിലേറ്റഡ് കാര്യങ്ങൾ അതാണ് കൂടുതലും ചോദിക്കുന്നത്. ഡൈജഷൻ, എൻസൈംസും ഇവിടം തൊട്ട് താഴെ വരെയുള്ള ഹോർമോൺസ്, എൻസൈംസ്, ഹോർമോൺസ് ഇതെല്ലാം നല്ല രീതിയിൽ നോക്കണം. ദെൻ അടുത്തത് സെല്ലും ടിഷ്യൂസ് ആണ്. ഓക്കെ, പ്ലാന്റ്സിനാണെങ്കിലും അനിമൽസിൻ്റെ ആണെങ്കിലും സെല്ലും കാര്യങ്ങളും. ഹ്യൂമൻ്റെ തന്നെ സെല്ലും അതിൻ്റെ എല്ലാത്തിൻ്റെയും ഫങ്ഷൻസ് നോക്കണം. അറിയാമല്ലോ, റൈബോസോ മൈറ്റോകോൺട്രി, അതിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിച്ചു വെക്കണം. ദെൻ പ്ലാന്റ്സിൻ്റെ ആണെങ്കിൽ കൂടിയും എല്ലാം പഠിച്ചു വെക്കണം. കാരണം നമ്മുടെ അപ്പിക്കൽ മെരിസ്റ്റം അങ്ങനത്തെ അതിൻ്റെയൊക്കെ ഫങ്ഷൻസും, ഓരോ സെല്ലും അതിൻ്റെയൊക്കെ ഫങ്ഷൻസും, പ്ലാന്റ് സെൽസിൻ്റെ ആണെങ്കിൽ പ്ലാന്റ് സെൽസും അതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളും നോക്കി വെക്കണം. ഓക്കെ, ദെൻ അടുത്തത് പ്ലാന്റ് കിങ്ഡം ആൻഡ് അനിമൽ കിങ്ഡത്തെയും ചോദിച്ചിട്ടുണ്ട്. ഓരോ കിങ്ഡത്തിനും ചില പ്രത്യേകതകളുണ്ട്. പോറിഫറി ആണെങ്കിൽ സ്കിൻ, ബോഡി, സ്പോഞ്ച്. ഓക്കെ, അങ്ങനത്തെ കുറച്ച് വെക്കിനോഡെർമേറ്റി ആണെങ്കിൽ സ്പൈനി സ്കിൻഡ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് എന്തുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവരെ സ്പെസിഫൈ ചെയ്യുന്ന കുറച്ച് സ്പെസിഫിക്കേഷൻസ് അവർക്കുണ്ട്. അതും കൂടെ എന്ത് ചെയ്യുക, അതൊന്ന് സ്പെസിഫൈ ചെയ്ത് പഠിച്ചു പോവുക. ദെൻ ന്യൂട്രീഷൻ, ഡിസീസ് ആൻഡ് ഇമ്മ്യൂണിറ്റി. പറയണ്ടല്ലോ, നമ്മുടെ മൈക്രോ ഓർഗാനിസംസ് വരുന്ന ഡിസീസസും കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ ഇത്രയും കാര്യങ്ങൾ നോക്കുക. ദെൻ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ജനറൽ അവയർനെസ്സിനകത്ത് വരുന്ന നമ്മുടെ നോർമൽ നമ്മൾ പഠിക്കുന്ന ഹിസ്റ്ററി, പൊളിറ്റി, ജോഗ്രഫി, എക്കണോമിക്സ് ആണ്. അതിൽ പൊളിറ്റിയിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും നമുക്ക് ചോദിക്കുന്നതാണ് എന്ത്, ആർട്ടിക്കിളും അമെൻമെൻറ്റുകളും. ആർട്ടിക്കിൾ അമെൻമെൻറ്റുകൾ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യനും കാണത്തില്ല. ദെൻ പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് കാര്യങ്ങൾ. ഓക്കെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് കാര്യങ്ങളും അപ്പോൾ ഉള്ള കുറേ ആക്ടിങ് കാര്യങ്ങളും ഉണ്ട്. അതെല്ലാം എന്ത് ചെയ്യുക, നോക്കി വെക്കുക. അതാണ് പൊളിറ്റിയിൽ വളരെ ഇമ്പോർട്ടൻറ്റ്. ആർട്ടിക്കിളും അമെൻമെൻറ്റും പറയുമ്പോൾ തന്നെ എല്ലാം കവർ ആവുന്നുണ്ട്. ഓക്കെ, അതിനകത്ത് തന്നെ എല്ലാം വരുന്നുണ്ട്. ഓരോ ആർട്ടിക്കിളും ഓരോ സ്പെസിഫിക്കേഷൻ എവിടേക്കാണ്, ഷെഡ്യൂള്, പാർട്ട്, അതെല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതെല്ലാം നോക്കിയിട്ട് പോകണം. ദെൻ ഹിസ്റ്ററിയിൽ പറയുവാണെങ്കിൽ നമ്മുടെ ഏൻഷ്യൻ്റ് തൊട്ട് മോഡേൺ, മിഡീവിയൽ, മോഡേൺ വരെയുള്ള എല്ലാ കാര്യങ്ങളും വേണം. ബട്ട് അതിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മുഗൾ, ഡൽഹി സുൽത്താനേറ്റ്, പിന്നെ നമ്മുടെ ഇയറും കാര്യങ്ങളൊക്കെ അല്ലേ. മോഡേണിനകത്ത് കുറേ ഇയറും കാര്യങ്ങളൊക്കെ ഫ്രീഡം സ്ട്രഗിൾസും കാര്യങ്ങളും ഉണ്ട്. അതിൻ്റെ എല്ലാ ഇയറും കാര്യങ്ങളും പഠിച്ചു വെക്കുക. ദെൻ ജോഗ്രഫിയാണ്. ജോഗ്രഫിയിൽ ഈ മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ് റീസെൻ്റ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുപോലെ റിവേഴ്സും അതിൻ്റെ ട്രിബ്യൂട്ടറീസും നോക്കുക. ദെൻ ഫിസിക്കൽ ജോഗ്രഫി. ഓക്കെ, നമ്മുടെ ഇന്ത്യയുടെ ഫിസിക്കൽ ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്, കോസ്റ്റ് ലൈന്, ലെങ്ത്, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, ഈ കാര്യങ്ങളെല്ലാം, കോസ്റ്റ് ലൈൻ ലെങ്തും അല്ലാത്ത കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നോർത്ത് ഫിസിക്കൽ ഡിവിഷൻസ് എന്ത് ചെയ്യുക, നോക്കി വെക്കുക. ഇതൊന്നും അല്ല, മീൻസ് ഇത്രയല്ല, ഇനിയും ഉണ്ട്, ഇത്രയെങ്കിലും നിങ്ങൾ നോക്കി വെക്കണം. ആൻഡ് എക്കണോമിക്സിനകത്ത് എന്താണ് ബേസിക് ടേമുകളാണ് GDP, NDP, ഇൻഫ്ലേഷൻ, ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ. അതിൻ്റെ ഇക്വേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഡിപ്രിസിയേഷൻ കുറയ്ക്കുന്നതും കൂട്ടുന്നതും, ആ വക കാര്യങ്ങളെല്ലാം എക്കണോമിക്സിനകത്ത് പഠിച്ച് വെക്കുക. ദെൻ അടുത്ത നമ്മുടെ കറണ്ട് അഫയേഴ്സ് സെഷനാണ്. കറണ്ട് അഫയേഴ്സിനകത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ലാസ്റ്റ് 1 ഇയറിലെ കറണ്ട് അഫയേഴ്സ് നല്ല രീതിയിൽ നോക്കണം. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് റീസെൻ്റ് ആയിട്ട് വരുന്ന സയൻസ് ആൻഡ് ടെക്നോളജിയിലെ കാര്യങ്ങൾ നോക്കണം. സ്പോർട്സിനകത്തുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ്.
ഇപ്പം സ്പോർട്സും സയൻസ് ആൻഡ് ടെക്നോളജി, ദെൻ അവാർഡ് ആൻഡ് ഓണർ. ഇപ്പം റീസെൻ്റ്ലി ഒരു 1 ഇയറിൽ ഇപ്പം നമുക്കിപ്പോൾ പരീക്ഷ 2025 ആണ്. അപ്പോൾ 2025, 2026 ഈ മിഡ് വരെയുള്ള കറണ്ട് അഫയേഴ്സിനകത്ത് വരുന്ന ടോപ്പിക്കുകളും കാര്യങ്ങളും നോക്കുക. ദെൻ റിപ്പോർട്ട് ആൻഡ് ഇൻഡെക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മെയിൻലി നമ്മുടെ ഇന്ത്യയുടെ റിപ്പോർട്ടും കാര്യങ്ങളും. ദെൻ കോൺഫറൻസും സബ്മിറ്റും, നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഓരോ അവാർഡ് പുള്ളിക്ക് കിട്ടുന്നുണ്ട്. സോ അതെല്ലാം അദ്ദേഹത്തിന് കിട്ടുന്നതെല്ലാം ഓർത്ത് വെക്കണം കേട്ടോ. ദെൻ പുതിയതായിട്ട് വരുന്ന സ്കീമും കാര്യങ്ങളും, സ്റ്റേറ്റ് വൈസ് വരുന്ന സ്കീമും കാര്യങ്ങളും, ആർക്കാണ് അതിൻ്റെ ബെനിഫിറ്റ്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കറണ്ട് അഫയേഴ്സിനകത്ത് മസ്റ്റായിട്ട് നോക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും പഠിച്ചാൽ മതിയോ എന്ന് ചോദിച്ചാൽ അല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. ബട്ട് നമ്മളൊരു ക്യാപ്സ്യൂളാക്കി പറഞ്ഞു തന്നിരിക്കുവാണ്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നോക്കിയിട്ട് പോവുക. സോ ഇനി ഒരു 10-15 ദിവസം കൂടി ഉള്ളൂ. നല്ല രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രിപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്യുക. എല്ലാ ടോപ്പിക്കുകളും, ഒന്നൊന്ന് മാത്രമല്ല, എല്ലാ സബ്ജക്റ്റുകളും നല്ല രീതിയിൽ നോക്കുക. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ഡേ ആശംസിക്കുന്നു. അതുപോലെ തന്നെ എക്സാമിൻസിന് വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനും സാധിക്കട്ടെ. നല്ല രീതിയിൽ പ്രിപ്പയറും ചെയ്യണം. ഓക്കെ, സോ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്